മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കേന്ദ്ര അവഗണനയ്ക്കെതിരെ ഹർത്താലിന് ആഹ്വാനം ചെയ്ത LDFും UDFും ചൊവ്വാഴ്ചയാണ് ജില്ലയിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയാണ് UDFിന്റെ ഹർത്താൽ. കേന്ദ്രത്തിന്റെ സഹായ നിഷേധത്തിനെതിരെയാണ് LDF പ്രതിഷേധം. നിരവധി മനുഷ്യജീവനുകൾ പൊലിഞ്ഞ വലിയ ദുരന്തം നടന്നിട്ടും ദുരന്തബാധിതർക്കുള്ള കേന്ദ്ര സഹായം വൈകുന്നതിൽ പ്രതിഷേധം വ്യാപകമാക്കുകയാണ് മുന്നണികൾ. LDF, UDF മുന്നണികൾ 19-ന് ഹർത്താൽ ആചരിക്കും. പ്രധാനമന്ത്രി നേരിൽ വന്ന് ദുരന്തസ്ഥലം സന്ദർശിച്ചിട്ടും വയനാടൻ ജനതയോടുള്ള അവഗണന തുടരുന്നുവെന്നാണ് LDF നിലപാട്. LDF പ്രവർത്തകർ കൽപ്പറ്റയിൽ നൈറ്റ് മാർച്ചും നടത്തി. വഞ്ചനാപരമായ നിലപാടാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. ചുരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് വയനാട് സന്ദർശിച്ച ശേഷം എല്ലാ സഹായവും ചെയ്യുമെന്ന് കൽപ്പറ്റ സിവിൽ സ്റ്റേഷനിൽ വെച്ച് പ്രഖ്യാപിച്ചതാണ്. ഒരു ജനതയോട് പ്രധാനമന്ത്രി ഒരിക്കലും ഇത്തരം ഒരു വഞ്ചനാപരമായ നിലപാട് സ്വീകരിക്കാൻ വേണ്ടി പാടില്ല. പുനരധിവാസം പൂർണ്ണമായും കേന്ദ്രം ഏറ്റെടുക്കാൻ സാധ്യതയില്ലെന്നും പ്രത്യേക പാക്കേജ് ലഭിക്കാനുള്ള സാധ്യത മങ്ങിയെന്നും UDF പറയുന്നു. കേരളത്തിന് ആവശ്യത്തിന് ഫണ്ട് അനുവദിച്ചെന്ന കേന്ദ്രവാദം അപഹാസ്യമെന്നും UDF ആരോപിക്കുന്നു. ചൂരൽമല മുണ്ടകൈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ നേരിട്ട് ഇവിടെ വന്ന് ദുരന്തസ്ഥലം കണ്ട് ദുരന്തത്തിന്റെ വ്യാപ്തി എല്ലാം മനസ്സിലാക്കിയ പ്രധാനമന്ത്രി തികഞ്ഞ വാഗ്ദാന ലംഘനവും മനുഷ്യത്വരഹിതമായ പ്രവർത്തനവുമാണ് പ്രധാനമന്ത്രിയും കേന്ദ്ര സർക്കാരും നടത്തിയിട്ടുള്ളത്. അതേസമയം സംസ്ഥാന സർക്കാരിനെതിരെയും UDF വിമർശനം ഉന്നയിക്കുന്നുണ്ട്. മുണ്ടക്കൈ ദുരന്തബാധിതരോടുള്ള അവഗണനയിൽ യോജിച്ചുള്ള പ്രക്ഷോഭങ്ങൾക്കും മുന്നണികൾ തയ്യാറെടുക്കുകയാണ്. അമൃത ന്യൂസ്, വയനാട്.